2.5 കൊല്ലക്കാലം കെ രാധാകൃഷ്ണൻ മന്ത്രിയായിരുന്നല്ലോ ദേവസ്വം വകുപ്പിന്റെ. നിങ്ങൾ പറഞ്ഞോ ഏറ്റവും മാതൃകാപരമായ ഒരു തീരുമാനം ഇടതുപക്ഷത്തിന് ഇതാ കേരളത്തിൽ സ്വീകരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർ ഇവിടെ ക്ഷേത്രങ്ങളിൽ പൂജാരിമാരായി അവർക്ക് വരാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കി. അതൊക്കെ ഇങ്ങനെ ഭരണഘടന വിഭാവനം ചെയ്തിട്ട് കാലം എത്രയായി? സംവരണം പറഞ്ഞിട്ട് കാലം എത്രയായി? പഞ്ചസാര പായസം എന്ന് പറഞ്ഞ് കടലാസിൽ എഴുതി അത് തൊട്ടാൽ മധുരിക്കില്ല. നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തി വേണം. കർഷക തൊഴിലാളികൾക്ക്, മഹാഭൂരിപക്ഷം വരുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുത്താൽ അവർ കള്ളുകുടിക്കുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയായിരുന്നു കെ കരുണാകരൻ, കോൺഗ്രസ്. എന്നിട്ട് ഇപ്പൊ കോൺഗ്രസ് പാവപ്പെട്ടവന്റെ പിന്നോക്കക്കാരന്റെ താല്പര്യം സംരക്ഷിക്കാൻ വരെ. നിങ്ങൾ എല്ലാ കാലത്തും ഈ നാട്ടിൽ പാവങ്ങൾക്ക് നൽകുന്ന ക്ഷേമനിധി എതിർത്തവരാണ്, കിറ്റ് മുടക്കിയവരാണ്, ഏത് നാടിന്റെ വികസനത്തെയും മുടക്കിയവരാണ്, അന്നം മുടക്കിയവരാണ് കോൺഗ്രസ്. അവർക്ക് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് മനുഷ്യനെ പോലെ നടക്കാൻ, ജാതീയമായ ഉച്ചനീചത്വങ്ങൾ ഉണ്ടായിരുന്ന സമൂഹത്തിൽ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ നടുനിവർത്താൻ അവരെ പ്രേരിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. സ്വന്തമായി പേരിടാൻ അവകാശമില്ലായിരുന്ന ഒരു ജനത എവിടെയായിരുന്നു അന്ന് കോൺഗ്രസ്? ജാതിജന്മി നാടുവാഴിത്തത്തിന്റെ സംരക്ഷകരായിരുന്നു RSSനെ പോലെ കോൺഗ്രസും. കോൺഗ്രസിന് പറയാൻ കഴിയുമോ?